പേര് പോലെ തന്നെ കൊമ്പനാണ് കേട്ടോ. ഈ വെണ്ട കൊമ്പൻ വെണ്ട എന്ന് പറയുന്നത് കൊമ്പൻ പോലെ തന്നെ ഉണ്ട്, പക്ഷേ ഒരുപാട് വലുതായതിനു ശേഷം മൂക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതവിടെ ഒരു ബേബി മത്തങ്ങ കായ്ക്കാൻ വേണ്ടി പോകുന്നതാണ് കാണുന്ന. 2 ആഴ്ച കൊണ്ട് ഇത്തിരി കൂടി വലുതാവും. ഇതവിടെ പയർ ഇച്ചിരി പോന്ന പൂട്ട് ചിരിച്ചു നിൽക്കുന്നു, ഭംഗിയുണ്ടല്ലേ. ഇതൊരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്, ഇച്ചിരി വലുപ്പമുണ്ട്. ഇത് 1 മാസം കഴിഞ്ഞാൽ പൊട്ടിക്കാനാവും. ഇത് ഭംഗിക്ക് വേണ്ടി വെച്ചാട്ടോ, ഒരു കൊട്ടയിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കയ്പൊക്കെ നട്ടിരിക്കുകയാണ്. മുളച്ച് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നീട് ഒരുപാട് പണിയുണ്ട്. പിന്നീട് ക്ലൈമറ്റ് നോക്കണം. മഴയൊന്നുമില്ല ഇവിടെ, മരുഭൂമിയല്ല. ഇതിൻ്റെ ചുറ്റും ചപ്പിട്ട് വരിക കേട്ടാ, ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇനി ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയും പിന്നെ ആട്ടും കാട്ടുപൊടിയും അങ്ങനെയൊക്കെ എന്തൊക്കെ വളം പശുമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇത്തിരി മണ്ണ് കൊണ്ടിട്ട് മൂടും. അപ്പോൾ ഒന്നും കൂടി സെറ്റാവും. വേരൊക്കെ ഓടുമ്പോൾ ഈർപ്പം കിട്ടും, നല്ല വേരോട്ടം കിട്ടും. മണ്ണ് എപ്പോഴും നല്ല നമ്മുടെ വിരൽ കൊണ്ടൊക്കെ മണ്ണ് താഴ്ത്തി കഴിഞ്ഞാൽ നല്ല താഴ്ന്നു, അത്രയും സോഫ്റ്റ് ആയിരിക്കണം. മണ്ണുറക്കാൻ പാടില്ല. ഇവിടെ കയ്പൊക്കെ വള്ളി കരിഞ്ഞു പോയതാണ്. അപ്പോൾ വെള്ളം കഴിച്ചിട്ട് ഒന്ന് കുട്ടപ്പനായി വരുന്നു. ഇതവിടെ ഒരു അടിപൊളി ഷമ്മാമുട്ട, വലിയ ഷമ്മാമ, കാണാൻ നല്ല ഭംഗിയുണ്ട്. മധുരം വെക്കാറായിട്ടുണ്ട്. അത് മധുരം വെച്ചോന്ന് അറിയണം, എന്നാലേ അത് പൊട്ടിച്ചിട്ട് കാര്യം. അല്ലെങ്കിൽ ഇത്തിരി മൂത്ത് കഴിഞ്ഞാൽ പൊട്ടിച്ച് വെച്ചാലും മധുരം വെച്ചോളൂ.